ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടയും 2 നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പാനാണ് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര വിതറി കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്കിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇത് നിരത്തി കൊടുക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ 2 നേന്ത്രപ്പഴം, ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഓരോന്നും നിരത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെയാണ് നിരത്തി വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് ഫുള്ള് ഇതേപോലെ തന്നെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇതിലേക്കുള്ള മുട്ട എടുത്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഗ്ലാസ് അളവിൽ ഒരു 1/4 ഗ്ലാസോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാം അളന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഏതാണോ നിങ്ങൾ കപ്പ് എടുക്കുന്നത് അതിൽ അനുസരിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് ഒഴിച്ചെടുക്കേണ്ടത്. നമ്മൾ പഞ്ചസാരയൊക്കെ അളന്നിട്ടുള്ള അതേ സെയിം കപ്പ് തന്നെയാണ് കേട്ടോ ഇത് അളന്നിട്ടുള്ളത്. 1/2 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുക. അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പാലും തന്നെ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. അഥവാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് മുഴുവനും ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ ഗ്ലാസ് തന്നെ 1/4 ഗ്ലാസോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. അധികം പണിയൊന്നുമില്ല. ഇപ്പോൾ മാവും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. അധികമായിട്ട് കട്ടിയായിട്ടും പാടില്ല, എന്നാൽ നല്ല ലൂസാകാനും പാടില്ല. ഈ രീതിയിലാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ നിരത്തി വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും തന്നെ കവർ ചെയ്തിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവനും ഇതിലേക്ക് കവർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാനിവിടെ ഒരു പഴയ ഒരു ദോശത്തവ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലേക്ക് ഇത് വെച്ചെടുക്കുക. നടുഭാഗത്തായിട്ട് തന്നെ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20-25 ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചെടുക്കേണ്ടത്. അടിയിൽ പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഫ്ലെയിം കൂട്ടി കൊടുത്താൽ. അപ്പോൾ ഇതാ ഒരു 20-25 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറിയ ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്ക് അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗത്ത് ഈ ഒരു പഞ്ചസാരയൊക്കെ കാരമലൈസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഒരു മുട്ടയും 2 നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.